നമസ്കാരം. ഹോട്ട് ടീ ആൻഡ് ടോക്ക് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ വീണ്ടും വിവാദ കേന്ദ്രമായി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക. അയൽ ജില്ലകളിൽ അടക്കമുള്ള BJP പ്രവർത്തകരുടെ വോട്ട് ആസൂത്രിതമായി തൃശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയെന്ന ആരോപണമാണ് വീണ്ടും ആളിക്കത്തുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ BJP തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തിയെന്ന ഗുരുതര ആരോപണം ഉയർത്തുകയാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ. അതേസമയം തൃശൂരിൽ താമസമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചേർത്തത് എന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ആരോപിക്കുന്നു. എന്നാൽ ഇപ്പോൾ ക്രമക്കേട് ആരോപണം ഉന്നയിക്കുന്ന LDFനും UDFനും മാനസിക രോഗം ആണെന്നാണ് BJPയുടെ മറുപടി. ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ BJPയിൽ നിന്ന് നമുക്കൊപ്പം മനു പ്രസാദ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസിൽ നിന്നും ചേരുകയാണ്. ആദ്യം മനു പ്രസാദിലേക്കാണ് ഞാൻ പോകുന്നത്. മനു, വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം രാഹുൽ ഗാന്ധി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയിരിക്കുകയാണ്. വ്യാപകമായി മോദി സർക്കാരിന് മൂന്നാമതും അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ചു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. അതിന് പിന്നാലെയാണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം വീണ്ടും ചർച്ചയാകുന്നത്. ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ പരാതി നേരത്തെയും നൽകിയിരുന്നു. അത് ജില്ലയുടെ വരണാധികാരി കൂടിയായിട്ടുള്ള കലക്ടർ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പരിശോധിച്ചില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ആവർത്തിക്കുകയാണ് ഇന്നിപ്പോൾ VS സുനിൽകുമാർ. BJPക്ക് ഈ ആരോപണത്തെ മാനസിക പ്രശ്നമാണ് ആ പാർട്ടികളുടെ മുന്നണികളുടെ എന്ന് പറഞ്ഞ് അങ്ങ് പരിഹസിച്ച് തള്ളാൻ സാധിക്കും? അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കേരളത്തിലും ഇന്ത്യയിലും ഇരിക്കുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം, പരാജയപ്പെടുമ്പോഴെല്ലാം പരാജയത്തിൻ്റെ ശരിയായ കാരണം ഞങ്ങളുടെ കഴിവുകേടാണെന്നും ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാത്തതാണെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിച്ച് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ഇനി സാധിക്കില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഞാൻ ചോദിച്ചോളട്ടെ, നരേന്ദ്രമോദി സർക്കാർ ഒരു ഘട്ടത്തിൽ വളരെ മുന്നേറുന്ന ലീഡുണ്ടാകുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ തന്നെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇവർ പ്രകടനം തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് സ്വാഭാവികമായും ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, ഓരോ പ്രദേശങ്ങളിലും ആളുകൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ച് ലീഡുണ്ടാവുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും വീണ്ടും ചെറിയ ലീഡ് ഇവർ പ്രതീക്ഷിച്ചിരുന്നതും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നതുമായിട്ടൊരു ലീഡ് കഴിഞ്ഞ ലോകസഭയിൽ മൊത്തത്തിൽ കിട്ടിയില്ല. പക്ഷേ BJPയാണ് വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ പ്രകടനം അവർ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളെയെല്ലാം അപകീർത്തിപ്പെടുത്തി നാടിന് അസ്വസ്ഥതയുണ്ടാക്കുക എന്നുള്ളതൊരു സ്വഭാവം എന്ന കണക്കെ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും എന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ അതേ സ്വരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ പറയുന്നുണ്ട്. അതിനെയാണ് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നത്? അവർ ഒരേ സ്വരത്തിലുള്ളവരാണ് എന്ന് കേരളത്തിന് ബോധ്യപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരമില്ല എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മനു, അങ്ങനെ പറഞ്ഞ് അങ്ങ് ഒഴിയാൻ സാധിക്കുമോ? കാരണം നേരത്തെയും പരാതി നൽകിയിരുന്നു, അത് കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം BJPക്ക് ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ചോദ്യമുനയിൽ സംശയ നിഴലിൽ നിർത്തുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ VS സുനിൽകുമാർ ആരോപിക്കുന്നതും അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു സഖ്യകക്ഷിയെ പോലെ, ഒരു അലയൻസ് പാർട്ട്ണറെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നിപ്പോൾ ആരോപണമായി DCC അധ്യക്ഷനും VS സുനിൽകുമാറും എല്ലാം ആരോപിക്കുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾക്ക് തൃശ്ശൂരിലല്ലായിരുന്നു വോട്ട്. 13 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂരിലേക്ക് താമസം മാറി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വോട്ട് ചേർത്തു എന്നുള്ളതാണ് DCC പ്രസിഡന്റിന്റെ ആരോപണം. പക്ഷെ അവരാരും ഇപ്പോഴും തൃശ്ശൂരിൽ സ്ഥിരതാമസമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് KK അനീഷ് കുമാറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഉയർന്നു വന്നതാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ, അന്ന് അദ്ദേഹം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആണല്ലോ BJPയുടെ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വ്യാപകമായി മറ്റു മണ്ഡലങ്ങളിലെ ആളുകളെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വോട്ടർ പട്ടികയിൽ ഇടം പിടിപ്പിച്ചു എന്നുള്ളത്, അതങ്ങനെ അങ്ങ് കണ്ണടച്ചു പോകാൻ സാധിക്കുമോ? കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ദീർഘകാല ഭരണത്തിന് കീഴിലിരിക്കുന്ന കേരളത്തിൽ അവരുടെ തന്നെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ വിവിധ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരികയും അവർ സ്ക്രീനിങ് നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ കള്ളന്മാരാണ്. ഞങ്ങളുടെ ഇടതുപക്ഷ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാർ, അധ്യാപകർ, അല്ലെങ്കിൽ ആ മേഖലയിൽ ഡ്യൂട്ടിക്ക് വരുന്നവരെല്ലാം, കേരളത്തിലുള്ളവരെല്ലാം കള്ളന്മാരാണ്, ഇങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് ഇടതുപക്ഷം പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി തൃശ്ശൂരൊക്കെ ഇങ്ങനെയുള്ള ചില കള്ളത്തരങ്ങളൊക്കെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് ഇവിടുത്തെ സംവിധാനമാണ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഇവരുടെ ബൂത്ത് ഏജൻറ്റുമാർ, ഇവരുടെ ബൂത്ത് പ്രസിഡൻറ്റുമാർ, ഏരിയ പ്രസിഡൻറ്റുമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും
എല്ലാ ആളുകളും പായിൽ കിടന്നുറങ്ങുകയായിരുന്നോ ഈ സമയത്ത്? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നടന്നാൽ എന്നാൽ നടന്നോട്ടെ, ഞങ്ങൾ ചുമ്മാ ഇരിക്കാം എന്ന് വിചാരിക്കുന്നവരാണോ ഇവർ? പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നവരാണോ? നിങ്ങൾ ഏതു കാലത്ത് ആരെയാണ് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കൂടി? ഈ നാട്ടിലൊരു വിജയമുണ്ടായി, ആ വിജയം ജനങ്ങൾ നൽകിയതാണ്, അതിനെ അംഗീകരിക്കാൻ തയ്യാറാവുക. ഞങ്ങൾ പരാജയപ്പെട്ട എത്രയോ ഇടങ്ങളുണ്ട്. വയനാട്ടിൽ ഞങ്ങൾ പരാജയപ്പെട്ടതാണല്ലോ, രാഹുൽ ഗാന്ധി ജയിച്ചതാണല്ലോ. കേരളത്തിൽ തൃശ്ശൂർ ഒഴിച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിസ്സാരമായ വോട്ടുകൾക്കാണല്ലോ ഞങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആറ്റിങ്ങൽ അതുപോലെയാണല്ലോ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ അങ്ങനെയാണല്ലോ. ഞങ്ങൾ പരാജയപ്പെടുന്ന ഒരുപാട് ഇടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ഇതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കണ്ടേ? ആ വോട്ടർ പട്ടികയുടെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ. ഗ്രാമാന്തരങ്ങളിൽ ആളുകളുടെ ഇടയിൽ, പ്രവർത്തകരുടെ ഇടയിൽ ബന്ധമില്ലാത്തവരാണ് ഞങ്ങളൊക്കെ, അവർ പറഞ്ഞാലൊന്നും കേൾക്കാത്തവരാണ് എന്ന മാനസികാവസ്ഥ കോൺഗ്രസിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്നത്. വസന്ത് തെങ്ങുംപള്ളി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, മനുപ്രസാദ് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ പശു എത്തുന്നൂരിലെ പുളി മാറി അതിനുശേഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കും കിട്ടിയതാണ് ഇലക്ട്രൽ റോളുകൾ, നിങ്ങൾക്കും കിട്ടിയതാണ് ഓരോ പഞ്ചായത്ത് തിരിച്ചുള്ള അല്ലെങ്കിൽ ബൂത്ത് തിരിച്ചുള്ള വാർഡ് തിരിച്ചുള്ള തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ പട്ടിക. അന്നെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നത്? ശ്രീ ബിനിൽ പോത്തൻ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നിരിക്കട്ടെ, ഈ രാജ്യത്തെ നിയമപ്രകാരം അയാൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല എന്നും ഇരിക്കട്ടെ, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ബൂത്തിലിരിക്കാൻ ആളില്ലാത്ത ഒരാൾക്ക് പോലും സംശയമുണ്ടായാൽ, തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ അതിനുശേഷമോ ഉണ്ടായാൽ, ആ സംശയം ധ്രുവീകരിക്കാനുള്ള സകല ഉത്തരവാദിത്വവും ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ബൂത്തിൽ പ്രവർത്തകരുണ്ടായിരുന്നു, അവർ നോക്കിയില്ലേ, അവർ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ബൂത്തിലെ പ്രവർത്തകരുടെ മേലുള്ളത് ധാർമ്മികപരമായ ഉത്തരവാദിത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് നിയമപരമായ ഉത്തരവാദിത്വവുമാണ്. ഏത്? കള്ളവോട്ടില്ല, വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടില്ല, അതിൽ അട്ടിമറി ഉണ്ടായിട്ടില്ല എന്ന് നിയമപരമായി ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മറ്റേത് ധാർമ്മികപരമായ ഉത്തരവാദിത്വമാണ്. ഇനി അത് ചെയ്തില്ലേ എന്നുള്ള ചോദ്യം, അതിനുകൂടി ഉത്തരം പറയാം. ഇന്ന് വളരെ കൃത്യമായി തൃശ്ശൂരിൽ ഞങ്ങളുടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ വളരെ കൃത്യമായി തൃശ്ശൂർ കളക്ടറിന് പരാതി കൊടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അട്ടിമറിയുണ്ട്, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും ഈ അസാധാരണമായ അത്ഭുതാവഹമായ ഒരു റിസൾട്ട് തൃശ്ശൂരിൽ, അത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി ഇത്രമാത്രം മൈലേജോടുകൂടി അവിടെ ജയിച്ചു കയറുമ്പോൾ, പ്രത്യേകിച്ച് നാട്ടികയടക്കം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള അവരുടെ കോർ വോട്ടുകൾ ഉള്ളിടത്ത് അതിനെ കവച്ചു വെച്ചുകൊണ്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി കടന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ കോർ വോട്ടുകൾ ഉള്ളിടത്ത്, ഞങ്ങളുടെ പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകളുള്ള ബൂത്തുകളിലടക്കം ഞങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അത് ഞങ്ങൾ അവിടെ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആർക്കൈവുകൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കണമെങ്കിൽ ചെയ്യേണ്ടത്? ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരം പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെല്ലാം അങ്ങ് പരാതി കൊടുത്താൽ ഇതങ്ങ് പരിഹരിച്ചു കളയുമെന്ന് വിശ്വസിക്കുന്നത് അബദ്ധജടിലമാണ്, മൂഢത്തരമാണ്. നോക്കൂ, 16,500 രൂപ പ്ലസ് GST കെട്ടിവെക്കണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു വോട്ടിൽ നമുക്ക് ആരോപണം ഉന്നയിക്കണമെങ്കിൽ. 16,500 രൂപ. ഈ രാജ്യത്തെ പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. ഈ രാജ്യം ലോകത്താകമാനം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അഭിമാനമാണ് എന്ത്? ജനാധിപത്യം. അത് സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ കോടികൾ ഒഴുക്കുന്ന സമയത്ത് നമ്മളൊരു പരാതി ഉന്നയിക്കണമെങ്കിൽ കൊടുക്കണമെന്നേ 16,500 രൂപ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് ശ്രീ VS സുനിൽകുമാർ, CPIയുടെ നേതാവ്, അവിടുത്തെ CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ, അദ്ദേഹം തന്നെ വളരെ ക്ലിയറായി ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത്? ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഈ ഇവിടവുമായി ബന്ധപ്പെട്ട EVMകൾ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇവിടുത്തെ EVM കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് റിലീസ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. ഏത്? ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാക്കി എല്ലാത്തിനും അവർക്ക് പൈസയുണ്ട്. എന്നാൽ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ തൃശ്ശൂരിൽ ആരോപണ വിധേയമായ EVMകൾ വേണം എന്നുള്ളതാണ്. നോക്കൂ, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി അത് ഞങ്ങൾ അന്ന് പറഞ്ഞോ, ഇന്ന് പറഞ്ഞോ, മറ്റന്നാൾ പറഞ്ഞോ, നാളെ കഴിഞ്ഞാണോ പറഞ്ഞോ എന്നുള്ളതല്ല. ഞങ്ങളുമായി സഹകരിക്കാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
കമ്മീഷന്റെ വിവരങ്ങൾ, ഞങ്ങൾക്ക് വോട്ടർ ലിസ്റ്റ് തരാത്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവരങ്ങൾ, ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഏകപക്ഷീയമായി പെരുമാറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ, കോടതിയെ സമീപിക്കാം, നിങ്ങൾക്ക് പരാതിപ്പെടാം. നോക്കൂ, ഇവിടെ BJP ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ഇപ്പോൾ പറഞ്ഞല്ലോ, നാട്ടിക ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ട്, നിങ്ങൾ അവകാശപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ BJP ഒന്നാമതെത്തി എന്നുള്ളത്. നോക്കൂ, അവിടെ 75,000-ലധികം വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം വലിയ വോട്ട് ശതമാനത്തിനാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണി 1ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ വോട്ട് ഡിക്രീസ് ആയതെന്നതിന് BJP കൃത്യമായ കണക്കുണ്ട്. അത് അവർ പറയുന്നു, ഇന്ന മണ്ഡലങ്ങളിൽ മുന്നിൽ വരുന്നെന്ന് പറഞ്ഞു, അവിടെ മുന്നിൽ വന്നു. ചിലയിടത്ത് ഒരു സ്ഥലത്ത് LDF-ന് തന്നെ 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ വോട്ട് പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റേത് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഒരു വോട്ട്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൻ്റെ അത്രയും ശതമാനം വോട്ട് കോൺഗ്രസിന് നഷ്ടമായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ അവിടുത്തെ സിറ്റിംഗ് MP അല്ലെങ്കിൽ സിറ്റിംഗ് MP സ്ഥാനം വഹിച്ചിരുന്ന പാർട്ടിക്ക് 3ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വ്യാജ വോട്ട് വ്യാപകമായി ചേർത്തു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യങ്ങളുള്ളത്? അല്ല, വ്യാജ വോട്ട് 40,000 വോട്ട് തൃശ്ശൂരിൽ ചേർക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് അന്നും ഉന്നയിക്കുന്നത്, ഇന്നും ഉന്നയിക്കുന്നത്. ഇനി അത് ഒരു വോട്ടാണെന്ന് ഇരിക്കട്ടെ ശ്രീ ബിനിൽ പോത്തൻ, ഒരു വോട്ട്, ഒറ്റ വോട്ട്. ആ വോട്ട് കൊണ്ട് 40,000 അല്ലെ 75,000-ത്തിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല. ആ ഒരു വോട്ട് ശരിയാണ്, അത് വ്യാജ വോട്ടായിരുന്നു, അത് സുരേഷ് ഗോപിക്കാണ് പോൾ ചെയ്തത് എന്ന് തെളിയിച്ചാൽ. പക്ഷെ നോക്കൂ, നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിന്റെ, നമ്മുടെ ഇലക്ട്രൽ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയാണ് ആ ഒറ്റ വോട്ട്. ആ ഒറ്റ വോട്ട് ചെയ്തു. അതുകൊണ്ട് ആ ഒറ്റ വോട്ട് കണ്ടുപിടിച്ചാൽ ഇതാ നാളെ MP ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. 75,001-ാമത്തെ വോട്ടും തെറ്റായിരുന്നു എന്ന് കണ്ടുപിടിക്കുകയും ആ 75,001-ാമത്തെ വോട്ടും സുരേഷ് ഗോപിക്ക് പോൾ ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രമല്ലേ ആ MP സ്ഥാനം പോകുക എന്ന ലീഗൽ ടെക്നിക്കാലിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ധാർമ്മികത ഇലക്ഷൻ കമ്മീഷനോ BJPക്കോ ഒളിച്ചോടാൻ പറ്റില്ല. നോക്കൂ, കുരുക്ഷേത്രത്തിൽ എങ്ങനെയാണ് ധർമ്മപുത്രർ പരാജയപ്പെട്ടത്? അവർ പരാജയപ്പെട്ടത് കുരുക്ഷേത്ര ചൂതാട്ടത്തിൽ അവർ പരാജയപ്പെടുന്നത് ധർമ്മപുത്രർക്ക് കളി അറിയത്തില്ലാഞ്ഞിട്ടല്ല, കളി വശമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവിടെ കപട ചൂടുണ്ടായി, ചതിയൻ ചൂത് കളി അവിടെ നടന്നു. അതുപോലെയാണ് കഴിഞ്ഞ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ യുദ്ധത്തിൽ, ആ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ധർമ്മപുത്രരായ രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ പ്രതിപക്ഷവും തോറ്റുപോയത് കപട ചൂതുമായി. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി B ടീം പണി നടത്തിയത് കൊണ്ടാണ്. ആ B ടീം പണിയും ഞങ്ങൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ മുമ്പിലേക്ക് തെളിവുകൾ മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്ന് തന്നല്ല കേട്ടോ. ഞങ്ങൾ വിവരാവകാശ പ്രകാരം ചോദിച്ച ആവശ്യപ്പെട്ട വിവരങ്ങൾ പോലും മറച്ചു വെച്ചിട്ടും ഞങ്ങൾ 1 by 1 40 ലക്ഷം വോട്ടുകൾ പഠിച്ചെടുത്തു. 9 കോടി വോട്ടർമാരെ പറ്റി ഞങ്ങൾ പഠിച്ചു. ആ പഠിക്കാൻ 6 മാസം സമയമെടുത്തു. എന്നിട്ട് ഞങ്ങൾ വളരെ ക്ലിയർ ആയത് പറയുകയാണ്. അതേ കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ നടക്കാൻ പോകുന്നു. കർണാടകയിൽ നടന്ന ഏതാണ്ട് ഒരു റൂമിൽ ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഒരു റൂമിൽ 80 പേർ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 80 പേർക്ക് വോട്ട് കൊടുത്ത ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ശ്രീ മനു പ്രസാദ്, ഇവിടെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, അടഞ്ഞുകിടന്ന ഒരുപാട് ഫ്ളാറ്റുകൾ, വീടുകൾ, ആളില്ലാതെ താമസമില്ലാതിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പൂങ്കുന്നത്തെ വിവാദമായിട്ടുള്ള ആ ഫ്ളാറ്റ് സമുച്ചയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായ രീതിയിൽ വോട്ട് ചേർത്തു. അവിടെയൊന്നും ഇപ്പോഴും ആരും താമസിക്കുന്നില്ല, അതിനെല്ലാം തെളിവുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെട്ടു. അപ്പോൾ ഉദ്യോഗസ്ഥർ, താങ്കൾ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ ഈ വിധത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സംവിധാനം കൈയാളുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലാണല്ലോ. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കീഴിലുള്ള ഒരു സംവിധാനം ആണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ കമ്മീഷൻ BJPക്കൊപ്പം ചേർന്ന് നിന്നു എന്ന് പറയുന്നതിന് അവർ തെളിവായി വെക്കുന്നത് ഇതാ ഇപ്പോഴും ആ ഫ്ളാറ്റുകളിൽ ആളില്ല, അന്ന് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളെ വരെ ഇവിടെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി എത്തിച്ചു, ആ ഫ്ളാറ്റുകളെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊരു കാര്യം, ഈ തൃശ്ശൂരിനെ കുറിച്ചൊക്കെ വളരെ വ്യാപകമായി പറഞ്ഞ് വ്യാകുലതപ്പെടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പറയുന്നതിൽ സത്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് നോക്കി തൃശ്ശൂരിലെ റിസൾട്ട്. ഞാൻ വിചാരിച്ച് കോൺഗ്രസിൻ്റെ മുൻ MP ആയിട്ടുള്ള TN പ്രതാപൻ പിടിച്ച അത്രയും വോട്ട് നമ്മുടെ ഇപ്പോഴത്തെ കെ മുരളീധരൻ പിടിച്ചിട്ടും സുരേഷ് ഗോപി ജയിച്ചു, അങ്ങനെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. TN പ്രതാപൻ ജയിക്കുമ്പോൾ കോൺഗ്രസിനുണ്ടായിരുന്ന വോട്ട് 4,15,089. പക്ഷേ മുരളീധരൻ തോൽക്കുമ്പോൾ അവിടെ ജയിച്ച സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് 4,12,338. അപ്പോൾ TN പ്രതാപന് കിട്ടിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ഉൾപ്പെടെ, CPMൻ്റെ വോട്ട് ഉൾപ്പെടെ, ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് ഉൾപ്പെടെ നോർമലി തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് ആ റിസൾട്ട് തന്നെ ബോധ്യമാവുന്നുണ്ട്.
പിന്നെ അദ്ദേഹം പറഞ്ഞു അതിലേക്ക് ഞാൻ കൂടുതൽ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞു, ഇനി ഓരോട്ടായിക്കോട്ടെ. അപ്പോൾ മറ്റതൊക്കെ വിട്ടു, വലിയ വലിയ ആരോപണങ്ങളെക്കുറിച്ചൊക്കെ. ഒരോട്ടായിക്കോട്ടെ, ഒരു വോട്ട് ഒരാൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു സംശയവുമില്ല, ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരാൾക്ക് ഒരു വോട്ടിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും വിജയങ്ങളുടെയും എല്ലാം കാരണം വ്യാപകമായി ഒരു ഭരണകൂടം എല്ലാ സ്ഥലത്തും വോട്ട് ചേർത്തതാണ് എന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ, ഒരു ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ചോദ്യമുനയിൽ നടത്തുന്ന ആകെ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്നതിനോടാണ് വിയോജിപ്പ്. രണ്ടാമതൊരു കാര്യം പറയാം, രാഹുൽ ഗാന്ധി പറയുന്നത് ഇവർ ഈ വോട്ടർ മെഷീനെ കുറിച്ച് വ്യാപകമായി പരാതി പറഞ്ഞല്ലോ. വോട്ടർ മെഷീൻ ഇവിടെ ഇലക്ട്രിക് വോട്ടർ മെഷീൻ ഉപയോഗിക്കുന്നത്, EVM ഉപയോഗിക്കുന്നത് മെഷീനുകളിൽ ക്രമക്കേട് നടത്തുന്നതാണ്. 1000 തവണ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിളിച്ചു, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് എങ്ങനെയാണ് ഞങ്ങളത് ഹൈജാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് 1000 തവണ ചോദിച്ചു. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഓരോ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമൂഹത്തിൽ തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പടച്ചുവിട്ട് മുന്നോട്ട് പോകുന്ന കേവലം അത്രയും മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായി ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി മാറുന്നു. അതിനെ കൂട്ടുപിടിക്കുന്ന, അതിന് ചൂട്ടുപിടിക്കുന്ന, അതിനെ പിറകെ നടക്കുന്ന വിഭാഗമായി ഇന്ത്യ സഖ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ മാറുന്നു. രാഹുൽ ഗാന്ധിയോട്, ഇവിടുത്തെ മറ്റു പലരോടും, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനോടും എല്ലാവരോടും ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചില്ലേ, എന്തു ക്രമക്കേടാണ്, എന്തു നീതികേടാണ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടിംഗ് മെഷീനിൽ കാണിച്ചിരിക്കുന്നതെന്ന് വന്ന് നിങ്ങൾ തെളിയിച്ചതാ. എത്ര തവണ സിറ്റിംഗ് വെച്ചു, എത്ര തവണ വിളിച്ചു, എന്തുകൊണ്ട് പോയില്ല, എന്തുകൊണ്ട് തീരുമാനമെടുത്തില്ല, എന്തുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല? അതെല്ലാം മാറ്റിവിട്ടിട്ട് സമൂഹത്തിൽ വീണ്ടും പഠിച്ചെടുക്കാൻ കുറേ പ്രയാസകരമായ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആധാർ പോലെ അത്ര സുരക്ഷിതമാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്താൽ എനിക്ക് അവിടെ ഒരു വോട്ടുണ്ടാകും. ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ 1-2 വർഷമായി ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരം അത് ഇന്ത്യ മഹാരാജ്യത്ത് BJP വന്നപ്പോൾ തുടങ്ങി വെച്ചൊരു കാര്യമല്ല. ഇന്ത്യ മഹാരാജ്യത്ത് നാളിതുവരെയുള്ള നമ്മുടെ സംവിധാനം നോക്കിയാൽ അങ്ങനെ ഒരു അവസരം കൊടുത്തിരുന്നു. നമ്മൾ മാറ്റണം, ഒറ്റ രാജ്യം, ഒറ്റ തെരഞ്ഞെടുപ്പ്, ഒറ്റ വോട്ടർ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ, പരിഹരിക്കേണ്ടതാണെങ്കിൽ പരിഹരിക്കാം. പക്ഷേ പുതിയ സ്ഥലത്ത് വോട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ സ്ഥലത്ത് വോട്ട് മായ്ക്കണമല്ലോ, ഇരട്ട വോട്ട് പാടില്ലല്ലോ. ചെയ്യാൻ പാടില്ല, മാറ്റണം, ചെയ്യാൻ പാടില്ല. ഞാനതാ പറയുന്നത്. 1-2 ഇതൊക്കെ ഇന്നലെയോ ഒരു നിയമസാധ്യതയിൽ കൊണ്ടുവന്ന്, എന്നാൽ നരേന്ദ്രമോദിജി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ആളുകൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി 2-3 കാർഡ് എടുക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ മാറിപ്പോയാൽ മറ്റൊരു സ്ഥലത്ത് ചേർക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്ത് നാളിതുവരെയുള്ള കാര്യം പരിശോധിച്ചാൽ, കേരളത്തിൽ പരിശോധിച്ചാൽ, ഞാൻ വയനാടിനെക്കുറിച്ച് ചോദിച്ചു, മിണ്ടിയോ? ഞാൻ തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞു, മിണ്ടിയോ? ഞാൻ ആറ്റിങ്ങലിനെക്കുറിച്ച് പറഞ്ഞു, മിണ്ടിയോ? ഞാൻ പല സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നു, മിണ്ടുന്നുണ്ടോ? നിസ്സാരമായ വോട്ടുകൾക്ക്, 2, 3, 4 വോട്ടുകൾക്ക്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നരേന്ദ്രമോദിജി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ ലീഡ് നിലയിൽ ചെറിയൊരു വ്യത്യാസം താഴെ നിലവിൽ നേരിയതാണെങ്കിലും ഉണ്ടായല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതല്ലേ? കൃത്യമായി നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അവിടെ വിജയിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഇന്ത്യ മഹാരാജ്യത്ത് BJP ജയിച്ച പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ എടുക്കുക. ആ പ്രദേശം ഉത്തർപ്രദേശിലാണല്ലോ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടത്. കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റ് ആയിരുന്നില്ലേ? BJPയുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റേറ്റ് ആയിരുന്നില്ലേ? ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടിയിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നില്ലേ? എന്ത് നെറുകേടും തോന്നിയവാസം പോലെ വിളിച്ചു പറയുന്ന ഒരാളായി നാട്ടിൽ കിടക്കുന്ന ഏതൊരുത്തനും വിളിച്ചു പറയുന്നവന്റെ നിലവാരത്തിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവ് തരം താഴുന്നത് നമ്മൾ നോക്കിക്കാണും. അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരാളായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാറുകയാണോ എന്നുള്ളതാണ് BJP ചോദിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുപ്രസാദ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അതായത് മനു, ഞാൻ വരാം, മനുവിലേക്ക് മടങ്ങിയെത്താം. ഇത് ഉത്തരം പറഞ്ഞു പോയാൽ വളരെ ക്ലാരിറ്റി ഉണ്ടാകും. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾ നേരത്തെ EVM-നെതിരെ വ്യാപകമായി പരാതിപ്പെട്ടു. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വിളിച്ച പത്രസമ്മേളനത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ EVM-നെ പറ്റിയുള്ള സംശയം മാറിയോ എന്നുള്ളത്. രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്നുള്ളത്. ഇതിപ്പോൾ തരാതരം നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ മാത്രം എന്തെങ്കിലും കാരണം ഉയർത്തിക്കൊണ്ട് വരികയാണോ കോൺഗ്രസ് ചെയ്യുന്നത്? മനു ചോദിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണം നടന്ന അയോധ്യയിൽ ഉൾപ്പെടെ ഈ വിധത്തിൽ ക്രമക്കേടുണ്ടാക്കി BJPക്ക് അങ്ങ് ജയിച്ചാൽ പോരായിരുന്നു? അതാണ് BJPയുടെ ചോദ്യം. 2 കാര്യങ്ങൾ. ഒന്ന്, ലോകത്താകമാനം ഇലക്ഷൻ അട്ടിമറികൾ നടന്നിട്ടുള്ളിടത്ത് ഒരിടത്ത് തന്നെയും, അതായത് ഇനിയിപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാര്യം തൊട്ടിങ്ങോട്ട് എടുത്താൽ
ജനാധിപത്യത്തെ അട്ടിമറിച്ച ഒരിടത്ത് തന്നെയും ക്ലീൻ സ്വീപ്പിംഗ് നടന്നിട്ടില്ല. അത് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. കുറച്ച് രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ പഠിച്ചാൽ, രാഹുൽ ഗാന്ധിയെ വല്ലാതെ അങ്ങ് പഠിപ്പിക്കാൻ നോക്കിയായിരുന്നല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അതൊന്ന് പഠിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, ഇലക്ഷൻ അട്ടിമറികളുടെ ഹിസ്റ്ററി ലോക ചരിത്രത്തിലെടുത്താൽ ഒരിടത്തും ഒരു നേതാവും ക്ലീൻ സ്വീപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്. കാരണം എന്താ? കാരണം സംശയത്തിൻ്റെ മുൾമുന ഒരു കാരണവശാലും ആ അട്ടിമറിയിലേക്ക് കടന്നു വരരുത് എന്ന് കൃത്യമായ അജണ്ട ആ അട്ടിമറി നടത്തുന്നവർക്ക് എല്ലാ കാലത്തുമുണ്ട്. അത് ഹിറ്റ്ലറിനുണ്ട്, മുസോളിനിക്കുണ്ട്, നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദിക്കുമുണ്ട്. നോക്കൂ, ഇപ്പം ഇദ്ദേഹം ചോദിച്ചേ എന്താണ് വയനാട്ടിൽ ഞങ്ങൾ ജയിക്കാത്തത്? വയനാട്ടിൽ ഇവർ ജയിച്ചാൽ സ്വാഭാവികമായും അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ അത് ഇലക്ഷൻ അട്ടിമറിയാണെന്ന്? എന്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ജയിക്കാത്തത്? തിരുവനന്തപുരത്ത് അവർ ഘട്ടം ഘട്ടമായി വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് ജയിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ അവരാദ്യം ഒരു ട്രെൻഡ് ഉണ്ടാക്കി. ഏത്? അവർ പണമെടുത്ത PR എക്സസൈസുകളെ കൊണ്ട്, അവർ നടത്തിയ മാധ്യമ അജണ്ടകൾ കൊണ്ട്, ഞാൻ നിങ്ങളെ കൂടെ കുറ്റപ്പെടുത്തുകയാണ്, മാധ്യമ അജണ്ടകൾ കൊണ്ട് അവർ തൃശ്ശൂർ ഞങ്ങൾ ജയിക്കാൻ പോകുന്നേ, തൃശ്ശൂർ ഞങ്ങൾ ജയിക്കാൻ പോകുന്നേ എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കി. ആ നരേറ്റീവ് ഉണ്ടാക്കിയ ശേഷം അവിടെ ജയിച്ചാൽ പ്രശ്നമില്ല. വയനാട്ടിൽ അത് പറ്റില്ല, കോട്ടയത്ത് അത് പറ്റില്ല, പത്തനംതിട്ടയിൽ അത് പറ്റില്ല, ബാക്കി ഒരു ലോക്സഭാ മണ്ഡലങ്ങളിലും അത് പറ്റില്ലായിരുന്നു. തിരുവനന്തപുരത്ത് അവർ ആ നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ തിരുവനന്തപുരത്തും ശ്രീ അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലുമൊക്കെ വളരെ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്ത് ഓൺ ദ 1 by 1 ഡേ അത് വളരെ കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഇനി EVM-മായി ബന്ധപ്പെട്ട് EVM-ൽ എന്താ തട്ടിപ്പ് എന്ന് കോൺഗ്രസ് ആരോപിച്ചത്? ഞങ്ങൾ പറഞ്ഞത് EVM റിഗ്ഗിങ് നടക്കുന്നു എന്നുള്ളതാണ്. EVM സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ EVM-നെ ഹാക്ക് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പ്രൂവ് ചെയ്യാൻ തൽക്കാലം ഞങ്ങളുടെ ഈ തെളിവുകളില്ല. പക്ഷേ EVM റിഗ്ഗിങ്ങുമായി ബന്ധപ്പെട്ട് എത്രയോ EVM-കൾ കടത്തിക്കൊണ്ട് പോകുന്നത്, അതേ രാത്രി തന്നെ പല സ്ഥാനാർത്ഥികളും വന്ന് കൊണ്ടുപോകുന്നത് NDTV അടക്കം റിപ്പോർട്ട് ചെയ്തില്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞു വഴിയെ പോകുന്ന ആർക്കും ഉന്നയിക്കാവുന്ന ആരോപണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ദേശീയ മാധ്യമങ്ങൾ, മോദി മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ, അവർ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ 80 വോട്ടർമാർക്ക് പകരം ഒരാളെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? അടച്ചു കിടക്കുന്ന വീടുകൾ കണ്ടില്ലേ? ഉള്ള വീട്ടിലെ ഗൃഹനാഥൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഇങ്ങനെ വോട്ട് ചേർക്കപ്പെട്ടത് ഞാൻ അറിഞ്ഞിട്ട് പോലും എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അപ്പോൾ വഴിയാ പോകുന്ന ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ പണം കൊടുത്ത് നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന ദേശീയ മാധ്യമങ്ങൾക്ക് പോലും രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരി എന്ന് പ്രൂവ് ചെയ്യേണ്ട എന്ന സത്യം, നഗ്ന സത്യം, നിശബ്ദമായാണെങ്കിലും ശബ്ദം കുറച്ച് വെച്ചിട്ടാണെങ്കിലും ബ്ലേഡായിട്ടാണെങ്കിലും വിളിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സത്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് 6 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്, 8 മാസം കഴിഞ്ഞാണല്ലോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ന്യായവാദങ്ങൾ അത് ജനാധിപത്യ സമൂഹം തള്ളിക്കളയുള്ളൂ. തൃശ്ശൂരിൽ അടക്കം ഇവർ ജയിച്ചത് ആദ്യം ഒരു നരേറ്റീവ് ഉണ്ടാക്കി, പിന്നീട് അട്ടിമറി നടത്തി എന്നുള്ളതാണ്. അതാണ് മനുപ്രസാദ്, വസന്ത്, കോൺഗ്രസ് പറയുന്നത് അങ്ങനെ കള്ളത്തരം വ്യാപകമായി ചെയ്താൽ പിടിക്കപ്പെടും, അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി, അതായത് ജയസാധ്യത ഉണ്ട് എന്ന് വരുത്തി തീർത്ത ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അല്ല, ഇതിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വാക്കുകൾ കിട്ടില്ല. ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിക്കാൻ സാധ്യതയില്ല. ജയിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരിൽ അട്ടിമറി നടത്തിയതാണ്. എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? തിരുവനന്തപുരം ജില്ലയിൽ BJP കഴിഞ്ഞ 2-3 ടേമായിട്ട് 2ാം സ്ഥാനം വരുന്ന, 25,000-നും 10,000-നും വോട്ടിന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, 4 നിയമസഭാ മണ്ഡലങ്ങൾ നിഷ്പ്രയാസമായി ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ BJP ജയിച്ചാൽ അത് തെറ്റായി വ്യാഖ്യാനിക്കും. അതുകൊണ്ട് തൃശ്ശൂരിൽ പോയിട്ട് ജയിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ തന്നെ ചോദിച്ചു, ഞാനും ചോദിച്ചു, തിരുവനന്തപുരവും തൃശ്ശൂർ ഇരിക്കട്ടെ, രാഹുൽ ഗാന്ധി കേരളത്തിൽ മാത്രമാണ് ഉള്ളതെങ്കിലും അദ്ദേഹം ഒരു ദേശീയ നേതാവെന്നാണല്ലോ ഇവർ പറയുന്നത്. ഉത്തർപ്രദേശിൽ അത് ചെയ്തുകൂടെ? ഞാൻ ചോദിച്ചു, ഉത്തരവുണ്ടോ? മധ്യപ്രദേശിൽ അത് ചെയ്തുകൂടെ? ഉത്തരവുണ്ടോ? നരേന്ദ്രമോദിജിയുടെ മണ്ഡലത്തിൽ തന്നെ ചെറിയ നാരോ മാർക്ക് ഉത്തരവുണ്ടോ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇടപെടണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾ ആൻസർ പേടിക്കണ്ട, പേടിക്കണ്ട. നരേന്ദ്രമോദിജി തന്നെ ഇടപെടണേ. ഞാൻ ദയവ് ചെയ്ത് ഞാൻ ആങ്കർ ഇടപെടണം. അദ്ദേഹം പറഞ്ഞ ബ്ലണ്ടറുകൾ ജനം കേൾക്കട്ടെ എന്നതാണ്. ഞാൻ പറയുന്നത് ശരി, ജനങ്ങളെ കേൾക്കണ്ടെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിലും ആങ്കർ ഇടപെടണം. ഞാൻ പറയാം. നരേന്ദ്രമോദിജി പോലും ഒരു ചെറിയ ഘട്ടത്തിൽ
ഞാൻ പറഞ്ഞിട്ട് കൊടുക്കും. അദ്ദേഹം പറഞ്ഞ ബ്ലണ്ടർ കേൾക്കട്ടെ ജനങ്ങളെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കേൾക്കൂ, ഫാസിസത്തെ കുറിച്ചാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്. അതായത് ബാക്കി എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊന്നും ഉത്തരവില്ല, എന്നാൽ എന്തെങ്കിലും പറഞ്ഞേക്കാന്നാണ്. വോട്ടർ മിഷനെ കുറിച്ച് ചോദിച്ചല്ലോ, അതിന് ഉത്തരവുണ്ടോ? ഇല്ല, അത് ഞാൻ അന്ന് പറഞ്ഞ കള്ളമാണ്, ഇന്ന് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല, ഞാൻ അന്നൊരുണ്ടയില്ല വെടി വെച്ചു, അത് കഴിഞ്ഞു പുതിയൊരു സാധനം എടുത്തു എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഫാസിസം എപ്പോഴും അങ്ങനെ ഹിറ്റ്ലറുടെ പേര് പറഞ്ഞു, മുസോളിനിയുടെ പേര് പറഞ്ഞു, വിട്ടുപോയൊരു പേര് ഇന്ദിരാഗാന്ധിയുടെ പേര്. ഇലക്ഷൻ അട്ടിമറി നടത്തി എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പുകൾ കോടതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ജനാധിപത്യത്തിനെതിരായി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കി ഈ നാടിനെ ഫാസിസത്തിലേക്ക് തള്ളിവിട്ട ഇന്ദിരാഗാന്ധിയുടെ പിതൃത്വം പേടുന്ന, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അവരുടെ പാരമ്പര്യം പേറുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി നരേന്ദ്രമോദിജിയെ ഈ നാട്ടിലെ ഇന്നും ജനാധിപത്യം നിലനിർത്തിയിരിക്കുന്ന, വോട്ടവകാശമുള്ള, എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് പോയിട്ട് പോലും അത് പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടി വരുന്ന ഗതികേട് ഇന്നും ഈ രാജ്യത്തുണ്ട്. ആ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് എന്ന് നിൽക്കുന്ന ഈ നാട്ടിൽ നിന്നിട്ടാണ് ഫാസിസം നടപ്പിലാക്കി, അടിയന്തരാവസ്ഥ നടപ്പിലാക്കി ഈ നാടിനെ തകർച്ചയിലേക്ക് തള്ളിവിട്ട ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ സംഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാൻ നരേന്ദ്രമോദിക്ക് കോൺഗ്രസിനോട് എന്ത് ഞങ്ങൾ പറയണം? ഹലോ, അതാ ഞാൻ അതിലേക്ക് പറഞ്ഞു. ഇന്ദിരാഗാന്ധി തോറ്റു, പരാജയപ്പെട്ടു, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫാസിസത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ നാട് മനുപ്രസാദ്, ഇവിടെ ഉയർന്നു വരുന്ന ഒരു സംശയം കൂടി അവസാനമായി ചോദിക്കുകയാണ്. അങ്ങ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്, ഉണ്ടയില്ലാ വെടികളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം അങ്ങ് പറഞ്ഞു വരുന്നത്. നമ്മളിത് കൺക്ലൂഡ് ചെയ്താൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ചതാണല്ലോ ഇതിനെ എല്ലാം ഇപ്പോൾ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് തെളിവ് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. സത്യവാങ്മൂലം നൽകണം എന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ഈ ഇലക്ട്രൽ വോട്ടിംഗ് അല്ലെങ്കിൽ ആ പട്ടികയുടെ, തെരഞ്ഞെടുപ്പ് പട്ടികയുടെ, വോട്ടർ പട്ടികയുടെ കോപ്പി, ഹാർഡ് കോപ്പി എല്ലാം പരിശോധിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓരോ വീടുകളും അവർ കണ്ടെത്തിയിട്ടുള്ളത് ഇലക്ട്രൽ വോട്ടിംഗ് ലിസ്റ്റിലെ പട്ടിക പരിശോധിച്ചിട്ടാണ് എന്നുള്ളതാണ്. അത് തന്നെയല്ലേ പ്രധാനപ്പെട്ട ഒരു തെളിവ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെറിയൊരു സ്ഥലത്ത് ഒരാൾക്ക് 2 വോട്ടുണ്ടായിരുന്നു, അയാൾ തിരുവനന്തപുരത്തുള്ള ആളാണ്, ബാംഗ്ലൂർ വരെ താമസിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുന്നത്, അതെ ഞാൻ പറയും 1 ലക്ഷം വോട്ട്, ഞാൻ അതിൻ്റെ വസ്തുതകൾ പുറത്തു വരുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും എംപിമാരുണ്ടായതെല്ലാം ഇങ്ങനെ നടത്തിയിട്ടാണ് എന്ന് കോമൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്ന രാജ്യത്തിൻ്റെ അപകടത്തെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ചെറിയ പ്രശ്നം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ തൃശ്ശൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവരുടെ ബൂത്ത് പ്രസിഡന്റുമാർ ഉറങ്ങുകയായിരുന്നോ? ഇവരുടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതെല്ലാം നരേന്ദ്രമോദിജി എവിടെ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കിട്ടവരാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ, ഇവർക്ക് തന്നെ വിവരങ്ങൾ കിട്ടുന്നതല്ലേ. ഇവരെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നോ? ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിൽ തിരുവനന്തപുരത്തും തൃശ്ശൂറും മറ്റു സ്ഥലങ്ങളിൽ ചെയ്തെങ്കിൽ ഇവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ? ഉത്തർപ്രദേശിൽ ചെയ്തിട്ടില്ല, അവരും പറയുന്നു. ഉത്തർപ്രദേശിലല്ലേ ഞങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം? നിങ്ങൾ പറഞ്ഞ പ്രൊപ്പഗാൻഡ ശരിയാണെങ്കിൽ പോലും ഉത്തർപ്രദേശിലല്ലേ കൂടുതൽ കാണിക്കേണ്ടത്? അത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞ് നാട്ടിൽ തെറ്റായ പ്രചരണം നടത്തി വീണ്ടും ഒരു കലുഷിത അന്തരീക്ഷം നിലനിർത്താം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഗുണം ഇവർ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ഭരണഘടനയിലും ജനാധിപത്യത്തിലും വിശ്വാസം നഷ്ടപ്പെടുത്തി നാട്ടിലൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഗുണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണെങ്കിൽ നിങ്ങളോടൊന്ന് പറയാം, ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യ ബോധമുള്ളവരും തിരിച്ചറിവുള്ളവരും പഠിക്കാൻ ഗവേഷണം നടത്താൻ മടിയില്ലാത്തവരും അതോടൊപ്പം തന്നെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകുന്നവരുമാണ് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ആ തിരിച്ചറിവും അവരുടെ സമയമായി അതായത് ഇതെല്ലാം ഒരു ഉണ്ടയില്ല വെടിയാണെന്നുള്ളതാണ് BJP പറയുന്നത്. തോറ്റതിന് ശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് BJP പച്ചയ്ക്ക് യോജിക്കുന്നത്. BJP വക്താക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വാചാടോപം നടത്താതെ ആ മഹാദേവപുരയിലെ വീട്ടിൽ എങ്ങനെയാണ് 80 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടെ അടുത്തുള്ള അമ്മായിയെയും കൊച്ചച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഒറ്റ ദിവസം താമസിച്ച് കാണിച്ചാൽ മതി. ഞാൻ ചോദിച്ചത്, രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ച ആരോപണങ്ങളിൽ ഒരെണ്ണത്തിന് പോലും പ്രത്യുത്തരം പറയാൻ സാധിക്കാതെ അദ്ദേഹത്തെ കടന്നാക്രമിക്കുക, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുക, ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ആരോപണം പിക്കപ്പ് ചെയ്യുന്ന മാധ്യമങ്ങളെ ആക്രമിക്കുക, അത് പറയുന്ന കോൺഗ്രസ് വക്താക്കളെ ആക്രമിക്കുക, അങ്ങനെയാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. നല്ല കാര്യമാണ് കേട്ടോ. അങ്ങനെ ആക്രമിച്ച് ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് വെറുതെയാണ്. ആ പോരാട്ടം അവസാനിപ്പിക്കില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചോ ഒരു കാര്യം എന്താണ്
നിങ്ങൾ ഇത് തന്നെ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത് തന്നെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ തുടരണം. പ്രതിപക്ഷമാണ് കൂടുതൽ ഞങ്ങളെ മുന്നോട്ട് പോകാനും അധികാരത്തിൽ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ആപ്കി ബാർ ചാക്സോ പറന്ന് ഒരു സർക്കാർ 3ാം തവണ ഇലക്ഷനെ നേരിടുമ്പോൾ പറയോ? ആപ്കി ബാർ ചാക്സോ പറന്ന് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഒരു സർക്കാർ 3ാം തവണ ഇലക്ഷനെ നേരിടുമ്പോൾ സ്വാഭാവികമായും എത്ര നല്ല സർക്കാരാണെങ്കിലും ആന്റി ഇൻകൺവെൻസി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും 400 കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. 400 കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത്തരത്തിൽ വന്ന് നിന്നില്ലേ എന്ന് പറയാ. ശരി, വളരെ നന്ദി ശ്രീ മനു പ്രസാദ്. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി ഹോട്ട് ടീ ആൻഡ് ടോക്കിൽ അതിഥികളായി എത്തിയതിന്. ഏതായാലും രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറി വോട്ട് ചോരി ആരോപണം കേരളത്തിലും ആഞ്ഞു കത്തുകയാണ്. മറുപടി പ്രതിരോധിക്കുകയാണ് BJP ചെയ്യുന്നത്.